ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കഴിഞ്ഞ വ്ളോഗ് ഒരു ബാഗ് നമ്മൾ അൺബോക്സ് അല്ല ബാഗ് റോഡ് സിനിമ ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പൊ നമ്മള് വലിയ പെട്ടി പൊട്ടിക്കാൻ പോകുന്നു. അതെ, ചെറിയ പെട്ടി. ഈ വലിയ പെട്ടി ഉണ്ടല്ലേ, അവിടെ വലിയ പെട്ടി ഇരിപ്പുണ്ട്. ഇത് ചെറിയ പെട്ടിയാണ്. നമുക്ക് ആദ്യം ഇത് കാരണം ഇതിന്റെ ഇതൊന്നും എനിക്കറിയില്ലേ. സിസേഴ്സ് ഇവിടെ തന്നെ അവിടെ ഉണ്ട്. ആ ഇത് അവളുടെ ഐപാഡിന്റെ കവറാണ്. ഐപാഡ് കവർ. ഇത് ഐ പെൻസിലിന്റെ കവർ. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. അവളുടെ കൂടെയുള്ള ചേട്ടൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. കഴിഞ്ഞ സമയം നീ ഫേസ് മാസ്ക് ഒക്കെ കൊണ്ടുവന്ന ഇങ്ങനത്തെ കവറില് അവിടുത്തെ ഒരു പോപ്പുലർ ഈ ബ്രാൻഡ് അല്ലേ, പക്ഷെ ഇത് റഷ്യയിലാണ് തന്നെ എഴുതിയിരിക്കണം. ഇതെന്താണ് എഴുതിയിരിക്കണം? ഗോൾഡൻ ആപ്പിൾ. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞത് ഗോൾഡൻ ആപ്പിൾ. ഗോൾഡൻ ആപ്പിൾ ആക്ച്വലി മിഠായിയാണ്. ഓ, മിഠായിയാണ് ഗൈസ്. മിഠായി. ഇത് നല്ല രസമുണ്ട്. നോക്കൂ, നല്ല രസമുണ്ട്. കൊള്ളാം കൊള്ളാം. നിറച്ചുണ്ട് കേട്ടോ. ഫുള്ളുണ്ട്. ഓക്കെ, ഇത് മിഠായിന്നല്ലേ. പിങ്ക് ട്രഫിൾ എന്ന് എഴുതിയിരിക്കുന്ന ഒരു മിഠായി. കുഞ്ഞിക്കുഞ്ഞു മിഠായി. കൊള്ളാം. കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ലോക്ക് ചെയ്ത് നമ്മളെ ഇപ്പൊ ഇൻസ്റ്റയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലോക്ക് വെച്ച് ചെയ്യുന്ന മുട്ടായില്ലേ, 9 ഇൻസ്ട്രുമെന്റ്സ്. ആ മുട്ടായിയാണ് കേസ്. കുറെ പേർക്ക് അറിയായിരിക്കും. ഇത് ഒരു മേക്കപ്പ് ബോക്സിന്റെ റൂംമേറ്റ്സ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തു. അവിടുത്തെ ബ്രാൻഡ്സ് ആണ്, എനിക്കറിയില്ല. ഇതില് 2 ലിപ് ഷെയ്ഡ് അല്ലേ? ലിപ് ഷെയ്ഡ്, ലിപ് ഗ്ലോസ്, ഐ ഷാഡോ, പെൻസിൽ. കൊള്ളാം. നല്ല പാക്കേജ്, നല്ല രസമുണ്ട്. ഇതൊരു വുഡ് ആൻഡ് സ്പൂൺ. ഞാൻ അർഷ എന്ന് പറഞ്ഞ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ഉണ്ട്, ട്രെക്കിംഗ് ഒക്കെ പോകുന്ന റഷ്യയിൽ. അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ഓർമ്മിക്കാൻ അത് കപ്പാണ്. കപ്പ് ഞാൻ പൊട്ടാതിരിക്കാൻ ചുറ്റിക്കൊണ്ടുവന്നത്. ഇത് ഗിഫ്റ്റ് ആണ്. ആക്ച്വലി ചുറ്റിക്കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റ് ആണ്. കത്രിക. അൺബോക്സിംഗ് ആണ് ഭയങ്കര ബുദ്ധിമുട്ട്. അൺബോക്സിംഗ് ആണ് ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാം ഈ പ്ലാസ്റ്റിക്കില് റാപ്പ് ചെയ്തോണ്ട് വരണം. ആക്ച്വലി ഫാനിന്റെ സൗണ്ടിലേക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയ കാരണം ഈ ഫാനിടാതെ ഒട്ടും ഇരിക്കാൻ പറ്റില്ല. കാരണം ഇവള് തണുപ്പെന്നൊരു കൺട്രിയിൽ നിന്ന് വന്നിട്ട് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് ഒരു വഴിയില്ല ഫാൻ ഇടാണ്ട്. ഓക്കെ. ഓ, ഇത് ഗിഫ്റ്റ് ആണ്. ഓ, മോക്ക് ഗൈസിലെ ക്രിസ്മസ് വൈബ്. മോക്ക് ഇതിന്റെ ഉള്ളിലിതാ ഒരു ടെഡി ബെയർ ഉണ്ട്. കിടിലണ്ട ഒരു ക്രിസ്മസ് വൈബ്. ഇതില് നമുക്ക് മറ്റേ മൈക്രോവേവ് ഒക്കെ ഉണ്ടെങ്കിൽ മഗ്ഗിലുള്ള ഇത് കേക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല രസമുണ്ട്. ഇത് അവളുടെ ഒരു ഉടുപ്പാണ് കേട്ടോ. ഉടുപ്പ്
ഇത് ഷീറ്റ് മാസ്ക് ഷീറ്റ് ആയിരിക്കും. മാസ്ക് ആണ്, പക്ഷെ ഇത് ഞാൻ വാങ്ങിയില്ല. ഇത് ഒരു ചേട്ടൻ പോവാൻ നേരത്തെ പറഞ്ഞ നീ വെച്ചോന്ന് പറഞ്ഞാൽ പറഞ്ഞത്. ഫാം സ്റ്റേ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ബ്രാൻഡായിരിക്കും. പേളിന്റെയോ. പിന്നെ എന്റെ ഒരു റഷ്യൻ ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ്. ഇതെനിക്ക് ഫസ്റ്റ് ഇയറിലെ കിട്ടിയ ഗിഫ്റ്റ് ആണ്. ഞാൻ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. കൊണ്ടുപോയി. കാരണം ഇത് ഇവിടെ ഇരുന്നാ എനിക്ക് സെയിം മറ്റേ സ്പൂൺ കേട്ടോ. ഇല്ല. പിന്നെ ഇത് പാട്ട് കേൾക്കോ? എനിക്ക് ഓർമ്മയുണ്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഫസ്റ്റ് ഇയറിൽ കിട്ടിയാണ്. ആ ഓക്കെ. ഈ പെട്ടിയിൽ ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ അത് എന്റെ കുറച്ച് ഡോക്യുമെന്റ്, ഇതില് കുറച്ച് അവളുടെ ഡോക്യുമെന്റ്, സർട്ടിഫിക്കറ്റ്സ്, കാര്യങ്ങൾ. നെക്സ്റ്റ് പെട്ടി. നെക്സ്റ്റ് പെട്ടി. ഇത് അത്യാവശ്യം വലിയ പെട്ടിയാണ്. അയ്യോ, ഇത് നല്ല റേറ്റ് ഉണ്ട്. ആക്ച്വലി എന്റെ പെട്ടിയല്ല, ഒരു ചേട്ടന്റെ പെട്ടിയാണ്. ഇത് ചൈനയിൽ നിന്ന് എന്തോ വാങ്ങിയ പെട്ടിയാണ്. നല്ല പെട്ടി കേട്ടോ. സൂപ്പർ. എനിക്ക് തുറക്കാറില്ല. ആ സിപ്പ് ലോക്ക് അല്ലേ? ചിലതിൽ നമ്പർ ലോക്ക് ഒക്കെ ഉണ്ടേ. അത് ലോക്ക് ചെയ്യുന്നതാണ്. ഇത് ഇവളുടെ സോട്ടൂന്റെ ഡെർമ റോള്. ഇവിടെ വാങ്ങി. ഈ ഡ്രസ് ഒന്നും കാണിക്കണ്ടല്ലോ. ഇതെല്ലാം അവളുടെ ഡ്രസ്സുകളാണ്. നമ്മള് മടക്കി വെച്ചേക്കണതാണ്. അത് അങ്ങനെ ഇരിക്കും. ഓരോന്നൊക്കെ ഇളകി വീഴുന്നു. ഇതും ഷീറ്റ് മാസ്ക് ആണ്, വൈറ്റമിൻ സി. ഇതിൽ ആക്ച്വലി ഒന്നും ഇല്ല, ഡ്രസ്സാണ് കൂടുതൽ. ഇതിൽ കൂടുതൽ അവളുടെ ഡ്രസ്സാണ്. ഇതവളുടെ വളയാണ്. നോർമൽ ബാംഗിൾസ്. ഇത് ഒരു ഷീറ്റ് മാസ്ക്, അലോവേറ അല്ല. ഇതിലും അവളുടെ ഡ്രസ്സുകളാണ്. ഇതൊക്കെ അവളുടെ ബുക്സ്, ഗ്രാജുവേഷൻ റിപ്പോർട്ട്, സ്ട്രെയിറ്റ്നർ. ഇവിടെ നിന്ന് പോയിട്ട് കൊണ്ടുവരാം. ഇത് അവളുടെ ഫോണിന്റെ കവർ. ഇത് ഉപയോഗിക്കാറുണ്ടാ? ഇത് ഞാൻ ഉപയോഗിക്കാൻ. ഫാൻസി ലൈനർ അല്ലേ? ഫാൻസി ലൈനർ ആണ്. ഇത് വേറൊന്നും ഞാൻ കാണാനില്ല. ഇത് കുറെ ഡ്രസ്സുകൾ തന്നെയാണ്. ഇത് ഇത് മേക്കപ്പ് ഹൗസല്ലേ? മേക്കപ്പ് ഹൗസല്ലേ? ഇവിടെ കൊണ്ടുവന്ന മേക്കപ്പ് ഹൗസാണ്. ഞാൻ കാണിച്ചു തരാം അത്. ഓക്കെ, താങ്ക് യു. ഇവള് കഴിഞ്ഞോണ കൊണ്ടുവന്ന മേക്കപ്പ് ഹൗസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് കഴിഞ്ഞ തവണ കൊണ്ടുവന്ന മേക്കപ്പ് ഹൗസ്. ഇപ്പൊ കൊണ്ടുവന്നത് ഇത്. ആൾക്കറിയാം എനിക്ക് കോസ്മെറ്റിക് സ്കിൻ കെയർ ലവറാണ്. ഇതൊരു പ്രത്യേക ഷേപ്പിലാണ്. ആക്ച്വലി സാധനങ്ങൾ മനസ്സിലാവും. വേണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ സാധനങ്ങൾ വയ്ക്കട്ടെ. ഇത് കഴിഞ്ഞാണ് അവൾ അന്നത്തെ കൊണ്ടുവന്നതാണ്. ആ വേണ്ട. ആക്ച്വലി ഞാൻ ഒരാൾക്ക് വിളിച്ചു കൊടുക്കണം. അവരത് എഴുതി ഇറങ്ങിട്ട് സമയം എത്ര സാധനം മതിയല്ലോ. ഞാൻ ഇന്നില്ല, നീ എന്നെ കൊണ്ടുവന്ന തന്നെ. എനിക്ക് ഇടയ്ക്ക് സ്കിൻ പ്രോബ്ലം വന്നപ്പോഴേ ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിക്കണം നിർത്തിയായിരുന്നു. ഇത് ആക്കാൻ പറ്റില്ലല്ലോ.
പക്ഷെ കൊള്ളാം, നല്ല കളർ. ഇതൊരു ലക്ഷറി ആക്ച്വലി ഇതിന്റെ ഡ്യൂപ്പൊക്കെ മീഷോയിൽ അവൈലബിൾ ആണ്. ഇത് ഫ്രം റഷ്യ. പ്രത്യേക ഷേപ്പിലാണ്. നിങ്ങള് ചിലപ്പോ ഇതിങ്ങനെ മീഷോയില് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ആ, അങ്ങനെ കാര്യം. ഇങ്ങനെയാണ് ബേസ്. അത്യാവശ്യം എനിക്ക് ആക്ച്വലി 2 ബോക്സ് ഉണ്ട്, ഒന്ന് മേക്കപ്പിന്റെ ഒന്ന് സ്കിൻ കെയറിന്റെ. അത്യാവശ്യം എല്ലാം എടുക്കുന്നത് ഇതിലായിരിക്കും. ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് തന്നേക്കണം. ഓക്കെ. ഇവിടെ ഇത് തിരിച്ചെടുത്ത് വയ്ക്കാം, കാരണം എനിക്ക് രണ്ട് ഇതില് കുറെ ഡ്രസ്സുകളാണ് ഇതിലുള്ളത്. ഇത് മടക്കി വെച്ചാണല്ലോ നിനക്ക്. അതാണ് ഞാനത് വീഡിയോ ഇങ്ങോട്ടൊന്നുമില്ല, ഇനിയില്ല. പക്ഷേ ഒരു കാര്യം എക്സസ് ആണത്, വലുതല്ല. ഭയങ്കര വലുതായിരിക്കും. കൈ നോക്ക്, അത് നമുക്കൊന്ന് ഷേപ്പ് ആക്കാം, കുഴപ്പമില്ല. കുറച്ച് ഷേപ്പ് ആക്കണം. പക്ഷെ ഇതിനോട് ഇട്ടാ മതി. നീ അടിയിലൊന്നും ഇടാൻ നിൽക്കണ്ട, അല്ല കോമാളിയൊക്കെ അടിയിലിട, അത് ഇട്ടാ മതി. നല്ല ഇതൊക്കെ എന്ത് മടക്കി അണക്ക് വെക്കണം, എന്നാലേ അടയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇതിൽ അടയ്ക്കണം. ചേട്ടൻ പറ്റിയാണ് നമ്മുടെ നാശം. തിരിച്ചു വേണം. ഞാൻ ഇന്നലെ അന്വേഷിച്ചോളൂ എന്റെ ഷർട്ട് എടുത്തെടുത്തെടുത്ത് എന്നാ ഇവളുടെ വേറെ ഒരു ഡ്രസ്സും എനിക്ക് ഇടാൻ പറ്റില്ല. കഴിഞ്ഞ തവണ അവള് വന്നപ്പോൾ എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം ഞാൻ കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ കേറില്ല. അടയ്ക്കോ? ഇല്ലെങ്കിൽ ഞാൻ മോട്ടിച്ചെടുത്തേനായിരുന്നു. പിന്നെ ഏതാ പോണ് ഇത് ഈ ഷർട്ട് ഇതൊക്കെ നീ ഇനി ഇടില്ലേ? തരാം മീസിന് കൂടുതലും കണ്ടു. ഇതാണ് എന്റെ അവസ്ഥ.